കണ്ണൂർ മട്ടന്നൂർ ശിവപുരം സ്വദേശിയായ മുസ്തഫയെ കാണാതായിട്ട് 14 വർഷങ്ങളിലേറെയായി. സ്ഥിരം തൊഴിലായ തോർത്തു വിൽപ്പനയ്ക്കായി ഒരു ദിവസം മാനന്തവാടിക്ക് പോയതാണ് മുസ്തഫ. പിന്നീട് നാളിതുവരെയായി മുസ്തഫയെ ആരും കണ്ടിട്ടില്ല. മകനെ ഒരു നോക്കുകൂടി കാണാൻ വെമ്പി നീറി കഴിയുകയാണ് മുസ്തഫയുടെ ഉമ്മ സക്കീന. മകനെ അന്വേഷിച്ച് ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത് ഉമ്മയും അദ്ദേഹത്തിന്റെ ഏറ്റവും ഇളയ അനുജനുമാണ്. മുസ്തഫയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന ഇവരോട് മുസ്തഫയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. മുസ്തഫയ്ക്ക് എത്ര വയസ്സായി ഉമ്മ? മുസ്തഫക്ക് 37 വയസ്സായിരിക്കും. എത്ര മക്കളാ ഉമ്മക്ക്? എനിക്ക് 9 മക്കളുണ്ട്. അതിൽ എത്രാമത്തെ ആളാ മുസ്തഫ? മുസ്തഫ മൂന്നാമത്തെ. ഒരു പെണ്ണിന്റെ നേരെയാണ് ഇത്. മുസ്തഫ പഠിച്ചിട്ടുണ്ടാ? മുസ്തഫ പഠിച്ചിട്ടുണ്ടാ? 7 വരെ പഠിച്ചിട്ടുള്ളൂ. എന്ത് പറ്റിയതപ്പോ ഇത്? എന്നാ പറ്റി വീട്ടിന്ന് പെരക്കുന്ന് റംസാൻ 13 പോയ വീട്ടിന്ന് വിളിച്ചു പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞേരം മുസ്തഫ അങ്ങ് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. വന്നേരം ഞാൻ പറഞ്ഞു വന്നിട്ടില്ല, മുസ്തഫ ഇങ്ങ് എത്തിയിട്ടില്ലല്ലോ, എൻ്റെ വർക്കല്ലേ വന്നിനെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ അവർ വിളിച്ചു പറഞ്ഞു അങ്ങേക്കന്നെയാണ് വന്നിന്, ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഓള് നല്ല പെണ്ണ, ഓൻ്റെ ഓള് ഉമ്മച്ചി വെറും പടക്കം എപ്പം കളമ്പായിരിക്കും ഉമ്മച്ചി ഓൻ്റെ ഭാര്യ കൂട്ടിട്ട്. കുഴപ്പമാണ് അല്ലേ? അവൻ്റെ ഉമ്മ ഓള് ഉമ്മ ഓള് നല്ല പെണ്ണ. പിന്നെ 3-4 കൊല്ലം കാത്തു നിന്ന് ചോള് പറവാണ്. അതിൻ്റെ അകത്തൊരു കുട്ടിയുണ്ട്, മുസ്തഫാക്ക് ഒരു കുട്ടിയുണ്ട്. പോകുമ്പോൾ 6 മാസത്തിന് കുട്ടിക്ക്. ആ കുട്ടി 11 വയസ്സ് കഴിഞ്ഞ് 12ാമത്തെ വയസ്സിന് എന്തോ തലക്ക് എന്തോ വരുത്താൻ മറ്റു മരിച്ചു പോയി. നമ്മുടെ കുട്ടികളും ഞാൻ ചിലവെല്ലാം കൊടുക്കല്, തുണിയും കുപ്പായ എല്ലാം വാങ്ങിക്കൊടുക്കും. മുസ്തഫ എവിടെയാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. പോണ അവസരത്തിൽ വല്ല കുഴപ്പമുണ്ടായിണ്ട, വല്ല വഴക്കോ വല്ല ഇതോ? വരക്കുന്നൊന്നുമില്ല. ഞാൻ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും മുസ്തഫക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നമ്മ? ഒന്നും നമ്മൾ അറിവോട് കൂടിയിട്ടൊന്നുമില്ല. അല്ല പൈസക്ക് ബുദ്ധിമുട്ടാ? ആരെങ്കിലും കടം? പൈസക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അന്നേരം ഈ BJP-ക്കാർക്ക് ഒരു സമയമാണ്, അന്നേരം പേടിയാ. അല്ലാതെ പുറത്ത് പോകാൻ പേടിയുണ്ട്. ഒരാളും ഇയാളെ കണ്ടിട്ടില്ല? ഒരിക്കൽ പറഞ്ഞ് പേട്ടക്കാണ്ടിന്, എവിടെ പാട്ടക്കാണ്ടിന്ന് പറഞ്ഞ് അപ്പാട് ഈരാശിപ്പേട്ട കർണാടകയില ആടെ കണ്ടിന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഏട്ടൻ അനിയ മുസ്തഫാൻ്റെ അനിയ ഞാൻ പറഞ്ഞാടാ മുസ്തഫ ഉണ്ടോടെ ഈരാശിപ്പേട്ടയിൽ മുണ്ട് വെക്കുന്നു, ഇഞ്ചൊരുക്കെ ചെന്ന് നോക്കുന്നാണ്. അങ്ങനെ 2 കുട്ടികൾ പരതി ചന്തക്ക് പോയി പരതി ആ പാകം തേച്ചും പരതി കണ്ടിട്ടില്ല. പിന്നെ ഒരിക്കൽ പറഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം 3-4 കൊല്ലം കഴിഞ്ഞിട്ട് പാനൂർ ഹോട്ടലിൽ പണിയെടുത്തിരുന്നു. പിന്നെ 6 കൊല്ലം പാനൂർ ഹോട്ടലിൽ ഒറ്റ നിർത്തിയിട്ട് അങ്ങനെ ആടെ വെച്ചിട്ട് കണ്ടിന്. നമ്മൾ ശിവപുരത്ത് തന്നെ ഒരു കുട്ടി കണ്ടിരുന്നു, പറഞ്ഞു അസീസ് എന്ന് പറഞ്ഞു കണ്ടിന്. പിന്നെ വിളിച്ച് ചെക്കിത്താത്ത നമ്മൾ വിളിച്ചിന് നിങ്ങളുടെ മോന. അന്നേരം പറഞ്ഞു വരും മനസ്സ് വരുന്നില്ലാടാ, നാട്ടിൽ വരികയാണെന്ന് പറഞ്ഞു. ഇല്ലോ ഇല്ലാതെന്ന് എനിക്ക് പറയാൻ പറ്റൂല. എൻ്റെ ആടെ എൻ്റെ മക്കളെ ഞാൻ പറഞ്ഞേച്ചി ആടെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടില്ല, കണ്ടിട്ടില്ല. പിന്നെ കുറേ മൊയ്യാമാരുടെ പോയി വരും ചൊല്ലി. എന്ത് മൊയ്യാമാർ! ഉമ്മാക്ക് എല്ലാ വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു. മകൻ്റെ 14 വർഷത്തെ തിരോധാനം ഉമ്മ പ്രതീക്ഷിച്ച എല്ലാ കോണുകളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടപ്പോൾ ഉമ്മയ്ക്ക് ആരിലും വിശ്വാസമില്ല. കണ്ടത് ശരിയാണോ എന്നറിയില്ല മകനെ. മുസ്തഫ എവിടെയാണെന്നറിയില്ല. തോർത്തുമുണ്ട് വിറ്റ് ഉപജീവനം കഴിച്ചിരുന്ന മുസ്തഫ വയനാട്ടിൽ നിന്നാണ് അപ്രത്യക്ഷമായതെന്ന് പറയുന്നു. മുസ്തഫയ്ക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, നല്ല സ്വഭാവമുള്ള എന്ന് അമ്മായിമായ ഉമ്മ തന്നെ സർട്ടിഫൈ ചെയ്യുന്നു. അതിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയും മരിച്ചു. അവർ വേറെ വിവാഹിതരായി. ലോകം ഒരുപാട് മാറിപ്പോയിരുന്നു. എന്നിട്ടും ഉമ്മ എന്ന മഹത്വം ഇപ്പോഴും മകനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നു. 9 മക്കളിൽ ഒരാളാണ് മുസ്തഫ. എന്നിട്ടും ഉമ്മയുടെ മനസ്സ് എപ്പോഴും കലുഷിതമായിക്കൊണ്ടിരിക്കുന്നത് മുസ്തഫയെ തേടി തന്നെയാണ്. മുസ്തഫ
ഇന്ത്യയിൽ എവിടെയാണ് എന്ന് നമുക്കറിയില്ല. മുസ്തഫ പറഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാണ് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും മുസ്തഫയെ പോലുള്ള ഒരാൾക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഭാര്യ പോയി, മകൻ പോയി, ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാം പോയി. അങ്ങനെ നഷ്ടപ്പെട്ട കുട്ടിയെയും ഭാര്യയെയും ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗവും നഷ്ടപ്പെട്ട മുസ്തഫ എങ്ങനെ തിരിച്ചു വരും എന്നുള്ള ഒരു വേവലാതിയിലാണ് തിരിച്ചു വരാത്തത് എന്നാണ് ഉമ്മ വിശ്വസിക്കുന്നത്. എനിക്കും അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. മുസ്തഫയോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മുസ്തഫയെ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മുസ്തഫയോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് മുസ്തഫ തിരിച്ചു വരണം. ഇനിയും ജീവിതം ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളുമുള്ള യൗവനം വിട്ടുമാറാത്തൊരു യുവാവാണ് നിങ്ങൾ എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. ഉമ്മയുടെ സന്നിധിയിലെത്തുമ്പോൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും നിവാരണമുണ്ടാകും മുസ്തഫ, ഒരു സംശയവും വേണ്ട. ഉമ്മയുടെ അടുത്തെത്തുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടാവും, നിങ്ങൾക്ക് അത്താണിയുണ്ടാവും. അതുകൊണ്ട് മുസ്തഫയോട് എനിക്ക് പറയാനുള്ളത്, കഴിയുന്നതും വേഗം ഈ പ്രോഗ്രാമിൽ കണ്ടു കഴിഞ്ഞാൽ മുസ്തഫ ഉമ്മയെ വിളിക്കണം, തിരിച്ചു വരണം, പുതിയ ജീവിതം ആരംഭിക്കണം. അതിന് ഉമ്മയുടെ സഹായം ഉണ്ടാവും, സഹോദരങ്ങളുടെ സഹായം ഉണ്ടാവും. കഴിഞ്ഞുപോയതൊക്കെ ഒരു സ്വപ്നം പോലെ മറക്കലാണ് ജീവിതം. മറവിയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും നമ്മളെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് ആലോചിക്കുക. പലപ്പോഴും മറവിയിലൂടെയാണ് മനുഷ്യൻ കൂടുതൽ കരുത്താർജിച്ച് മുന്നോട്ട് പോകുന്നത്. പലരും നഷ്ടപ്പെട്ടു പോകുമ്പോഴും നമ്മൾ വീണ്ടും പ്രതീക്ഷയിലേക്ക് പോകുന്നത് മറവിയിലൂടെയാണ്. അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴും മുസ്തഫയോട് എനിക്ക് പറയാൻ, ആ മറവിയെ നമ്മൾ ബലമായി സഹായത്തിന് പിടിച്ചുകൊണ്ട് മുസ്തഫ മുന്നേറണം, ഉമ്മയെ വന്ന് കാണണം, കാണുന്ന സുഹൃത്തുക്കൾ മുസ്തഫയെ ഉപദേശിക്കണം. ഇതാണ്. ഉമ്മ സമാധാനമായിട്ട് വരും, മുസ്തഫ തിരിച്ചു വരും, ഉറപ്പായിട്ട് തിരിച്ചു വരും. ഏട്ടാ, സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളുടെ ഫോട്ടോ, വിശദ വിവരങ്ങൾ, അയക്കുന്നയാളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. എത്ര മക്കളുണ്ടെങ്കിലും തന്നെ പിരിഞ്ഞിരിക്കുന്ന മകൻ ഓരോ അമ്മമാരുടെയും സ്വൈര്യം കെടുത്തും. കൂട്ടത്തിൽ ഒറ്റപ്പെട്ട ആട്ടിൻകുട്ടിയെ തിരയുന്ന ഇടയനെ പോലെ മുസ്തഫയുടെ ഉമ്മ ഞങ്ങൾക്ക് വേദന നിറഞ്ഞ ഒരനുഭവമായിരുന്നു. കർണാടകയിലെ വിരാജ്പേട്ട് ഭാഗത്ത് എവിടെയോ മുസ്തഫയുണ്ട് എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ. കൈരളി TVയുടെയും പ്രവാസലോകത്തിൻ്റെയും കർണാടകയിലെ പ്രേക്ഷകർ മുസ്തഫയെ കണ്ടെത്തുന്നതിനായി ഞങ്ങളെ സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.